ദൈവരാജ്യം ശിശുക്കളെ പോലെയുള്ളവർക്കാവുന്നു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഫോർ ദോസ് ഹു ആർ ലൈക്ക് ചിൽഡ്രൻ. ദൈവരാജ്യം ശിശുക്കളെ പോലെയുള്ളവർക്ക്. ശിശുക്കൾ ചൈൽഡ് ലൈക്ക് ആൻഡ് ചൈൽഡിഷ് രണ്ടാണ്. ചൈൽഡ് ലൈക്ക് എന്ന് പറയുമ്പം ശിശുക്കളെ പോലെ, ചൈൽഡിഷ് എന്ന് പറഞ്ഞാൽ പക്വതയില്ലാത്തവർ, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് വേണ്ടി നമ്മൾ ശിശുക്കളെ പോലെ ആകണം. ശിശുക്കളുടെയുള്ള പ്രത്യേക സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ശിശുക്കൾ നിഷ്കളങ്കരാണ്. അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഒരല്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് എടുത്ത് ലാളിച്ച് നമ്മളൊന്ന് ചിരിക്കാൻ നേരം കിടുകിടാന്ന് ചിരിക്കാൻ. ഒരു കുഞ്ഞ് ചിരിക്കുന്ന കാണുമ്പം ബാക്കിയുള്ളവരെല്ലാം കൂടെ ചിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് കണ്ടേജിയസ്. അങ്ങനെയാണ് ശിശുക്കളുടെ ഒരു പ്രത്യേകത. നിഷ്കളങ്കതയുണ്ട്, അവർ എപ്പോഴും ചിരിക്കുന്നവരാണ്. 2, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് എല്ലാം മറന്ന് സന്തോഷിക്കും. അത് ദൈവത്തിൻ്റെ സ്നേഹമുള്ളവരുകൊണ്ട് അവർക്ക് ഒന്നിനെക്കുറിച്ചും ഒരാളെ അടിച്ചോ അടുത്ത നിമിഷം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പട്ടികളെ കണ്ടിട്ടുണ്ട്, ഈ പെറ്റുകൾ നമ്മൾ വളർത്തുന്നുണ്ട്. അവർ ചില കുസൃതിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു വടിയെടുത്ത് ഒരു അടി കൊടുക്കുമ്പോൾ അവർ പോയി തലയൊക്കെ താഴ്ത്തി കുറച്ച് നേരം ഇരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് വെച്ച് അടുത്ത വിളിക്കുന്നത് ഇങ്ങോട്ട് വാന്ന് വിളിക്കാൻ അവൻ ഓടി വരും. എനിക്കൊരു ചെറിയ പട്ടിയുണ്ട്, ടെറിയറാണത്. ഞാൻ ചിലപ്പോൾ അതിനെ ഒന്ന് ദേഷ്യപ്പെടുമ്പോൾ അത് ഓടിപ്പോയി കൂട്ടിക്കയറാൻ പറയും. അവൻ തിരിച്ച് കൂട്ടിക്കയറിയിരിക്കും. ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കറിയാം അവന് സങ്കടമാണ്. തിരിച്ചു വരാനായിട്ട് അവനറിയാം ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊടുക്കാം. അവൻ തിരിച്ചു വരുമ്പോഴേക്കും ആ നിമിഷത്തിൽ അവൻ അതെല്ലാം മറന്നിട്ട് ഓടി വരുമ്പോൾ ഞാൻ പറയും എന്തൊരു സ്നേഹമാണ് മൃഗത്തിന്. മനുഷ്യന് അങ്ങനത്തെ സ്വഭാവമുണ്ട്. പ്രായം ചെന്നവർക്കില്ല, ശിശുക്കൾക്കുണ്ട്. ശിശുക്കളെല്ലാം മറന്ന് വീണ്ടും വീണ്ടും ഓടി വരും. അതാണ് ശിശുക്കളെ പോലെ ആകുക എന്ന് പറയുന്നത്. നമ്മളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. കാരണം God has not created us as robots. റോബോട്ട്സിന് അതിന് ഫീഡ് ചെയ്തിരിക്കുന്ന പോലെ മാത്രമേ ആക്ട് ചെയ്യാനൊക്കത്തുള്ളൂ. നമ്മൾ ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ഗോട്ട് ദെയർ ഓൺ ഡിഫറെൻറ്റ് ക്യാരക്ടർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടേതായിട്ടുള്ള പ്രത്യേക സ്വഭാവമുണ്ട്. ചിലർക്ക് നല്ല ബുദ്ധിയുണ്ട്, എല്ലാം മനസ്സിലാക്കി കുഴി വീഴാതെ രക്ഷപ്പെടാൻ അറിയാം. ചിലരെല്ലാം ചെയ്യുന്ന കുഴി വീണ് പഠിച്ച് രക്ഷപ്പെടുന്നവരാണ്. ചിലർക്ക് അമിതമായ സാമർഥ്യമുള്ളവരായിരിക്കും. ചിലർ അവരവരുടെ കാര്യം മാത്രം ചെയ്യുന്നു, ചിലർ മറ്റുള്ളവർക്ക് വേണ്ടി. ഇതെല്ലാം ഓരോരുത്തരുടെ സ്വഭാവങ്ങളാണ്. അപ്പം നമ്മുടെ സ്വഭാവം വെച്ച് നമ്മൾ വേറൊരാളെ വിധിക്കേണ്ട ആവശ്യമില്ല. ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ അവരൊരു 4-5 പേരെ ഒന്നിച്ചൊരു മുറിക്കകത്തിടാമോ, കുറച്ച് ഒരു 2-3 മണിക്കൂറിന് അവരെല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് സന്തോഷിച്ച് ഉമ്മ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹായ് ബായ് പറഞ്ഞേച്ച് പോകുന്നതാണ്. നമ്മുടെ കൊച്ചുമക്കളെ ഞാൻ ഓർക്കുന്നുണ്ട്. അവധിക്ക് പോയിച്ച് തിരിച്ചു വരും, സ്കൂളിലേക്ക് തിരിച്ചു വരുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു സ്നേഹവും സന്തോഷവും നമുക്കുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വീട്ടിലാരെങ്കിലും കയറി വരുമ്പം യഥാർത്ഥത്തിൽ ആ സ്നേഹം ഉണ്ടോ? ശിശുക്കളെ പോലെ ആകുക. ആ ഭാഗം നമുക്ക് എടുത്തൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിന് 18-15 തൊട്ട്. അവൻ തൊടേണ്ടതിന് ചിലർ യേശു ക്രിസ്തു തൊടാൻ വേണ്ടി അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ കർത്താവ് റോഡിലുള്ള സമയമാണ്. കർത്താവ് ഉപമകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മടുത്തുകൂടാതെ പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു അധ്യായമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 18. അതിനകത്താണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിന് ഒരു വിധവയായ സ്ത്രീ ന്യായാധിപൻ്റെ അടുക്കൽ ചെന്നിട്ട് അവൾക്ക് ന്യായം കിട്ടിയില്ല, അതുകൊണ്ട് പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്യുവോൾ അവിടെ ദിനം പ്രതി പോയി അസഹ്യപ്പെടുത്തി കാര്യം നേടിയെടുക്കുന്നെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പരീശൻ്റെ പ്രാർത്ഥന, പരീശനും 2 പേരുടെ പ്രാർത്ഥന അവിടെ വരുന്നുണ്ട്. ദൈവം പറയുന്ന നീതിമാന്മാർ മറ്റു പറയുന്ന കർത്താവ് പറയുന്ന ദേവാലയത്തിൽ 2 മനുഷ്യ പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിൽ ചെന്നു. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവൻ്റെ പ്രാർത്ഥന, മറ്റവൻ അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ പ്രാർത്ഥന. അപ്പം നമ്മൾ ഓർക്കേണ്ടത് നിലവിളിക്കുക തന്നെയല്ല, മറ്റുള്ളവരുടെ കുറ്റവും പറയാനാണ് പ്രാർത്ഥിക്കാൻ വരുന്നതെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. എത്ര പ്രാവശ്യം നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഞാൻ മറ്റുള്ളവരുടെ കുറ്റവും കയറി ചെല്ലുമ്പം അവരോട് പറഞ്ഞു തീർക്കേണ്ട ആവശ്യമുണ്ട്. പറയേണ്ടത് പറയുക, സ്നേഹത്തോടെ പറയേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് നമുക്ക് പലർക്കും പറയാനറിയാം. പക്ഷെ അതെങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണം എന്നുള്ളതിന് പ്രത്യേക കൃപ വരണം. യേശു ക്രിസ്തു ഈ യൂദ കൂടെ നടക്കുന്ന സമയത്ത് യേശുവിന് അറിയാമായിരുന്നു യൂദ ഒറ്റിക്കൊടുക്കുമെന്ന്, വ്യക്തമായിട്ട് അറിയാം. പക്ഷെ മറ്റ് ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാകാത്ത വിധത്തിൽ ഒരാളെന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അവരുടെ നടുക്ക് വെച്ച് പറയുമ്പോഴും യൂദയ്ക്ക് മനസ്സിലായി യൂദയാന്ന്. അവസാനം വരെ മറ്റവർക്ക് മനസ്സിലല്ല. അവർ വിചാരിച്ചു യൂദയുടെ ഏതാണ്ട് കാര്യം പറയാമെന്ന്. അങ്ങനെ എങ്ങനെ ചെയ്യാൻ ഒക്കും? അത് ദൈവത്തിൻ്റെ ആത്മാവില്ല, അതെങ്ങനെ ചെയ്യാൻ ഒക്കും?
അതൊക്കെ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്നും ആയിട്ടില്ല നമുക്കങ്ങ് സമ്മതിക്കാം. അതുകൊണ്ട് എനിക്കൊരു ഫ്രണ്ടുണ്ട്, ഒരു അരിഭർത്താക്കൻ, നല്ല ആത്മാവിലുള്ളവർ. ആദ്യമൊക്കെ അവർ ചിലപ്പം ചില കാര്യം പറഞ്ഞ് ഭർത്താവ് എപ്പോഴും ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഭാര്യയോട് ചുമ്മാ കുറ്റം കണ്ടുപിടിക്കും. എന്നാൽ അവർ ഒത്തിരി ആത്മാവിൽ വളർന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ പ്രാവശ്യം കുറച്ച് നാളുണ്ട് ഇപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഭാര്യയോട് പറയും, ഞാൻ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് അങ്ങ് ക്ഷമിച്ചേക്കണമെന്ന്. അത് വിനയമാണ്. കാരണം നമ്മൾ അറിയാതെ അറിഞ്ഞോ തെറ്റ് ദാറ്റ്സ് കോൾഡ് ദി ഇന്നസെൻസ് ഓഫ് ദ ചിൽഡ്രൻ. അത് നമുക്ക് വരണം, ദൈവരാജ്യം ഉള്ളവർക്ക് അത് വരണം. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ശിഷ്യന്മാരെ കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ്റെ അടുക്കൽ കൊണ്ട് ശിഷ്യന്മാർ അത് കണ്ട് അവനെ ശാസിച്ചു. യേശുവിനിപ്പോൾ നേരമുണ്ട്, ഈ കൊച്ചു പിള്ളേരെയും കൊണ്ട് ഇപ്പം വന്ന് യേശുവോ അവരെ അരികത്ത് വിളിച്ച് പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തുടരുത്, അവരെ തടുക്കരുത്. തുടരുന്നില്ല, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. അവരെ തടുക്കണ്ട, എൻ്റെ അടുക്കിലേക്ക് വിട്. സെൻഡ് ദം ടു മീ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നു. ശിശുക്കളെ പോലെ സ്വർഗരാജ്യത്തെ സ്വീകരിക്കണം. അതിനുവേണ്ടി പിതാവാം ദൈവം നമുക്ക് പുത്രനെ അയച്ചു തന്നിരിക്കുക, നമ്മളത് സ്വീകരിക്കണം. അപ്പം 5 കാര്യങ്ങൾ, ഈ 5 things we can come to Jesus like 5 ways. നമുക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് 5 തരത്തിൽ കടന്നു വരാം. 1, ഇറ്റ് ഷുഡ് ബി എ ഹോം ബേസ്. ഹോം ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ കടന്നു കിടക്കും, പക്ഷെ നമുക്കറിയണം നമ്മുടെ സെൻറ്റർ ദൈവമാണ്. അത് അവിടെ നമ്മൾ മാറില്ല. അതായത് നമ്മുടെ കൂടെ വചനം പഠിപ്പിച്ചിരുന്ന ഒരാൾ പറയായിരുന്നു, എപ്പോഴും നമ്മളും ലോകവുമായിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടായിരിക്കണം. അപ്പുറത്തെ ലോകം, നമ്മളിപ്പുറത്തെ ദൈവത്തിൻ്റെ മക്കൾ. ഇടയ്ക്കിടയ്ക്ക് ആ ലോകത്തിൽ പോകണം ജീവിക്കാൻ, ആ കാര്യങ്ങളാണ്. പക്ഷേ ഒരു കാലം എപ്പോഴും ആ ബ്രിഡ്ജെ വെച്ചേക്കണം, 2 കാലും അപ്പുറത്ത് പോയേക്കരുത്. കറക്റ്റ്. അതാണ് ഹോം ബേസ് എന്ന് പറയുന്നത്. ഹോം ബേസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ അപ്പനും അമ്മയും മക്കളെ ഒന്നിച്ച് വളർത്തണം. പേരൻസ് ആർ നീഡഡ് ഫോർ ചിൽഡ്രൻസ് കംഫർട്ട് ആൻഡ് കോൺഫിഡൻസ്. കുഞ്ഞുങ്ങൾക്ക് ബലവും ധൈര്യവും കിട്ടാൻ അപ്പനും അമ്മയും ഒന്നിച്ചാണ് വളർത്തേണ്ടത്. ഒരിക്കലും ഒരമ്മ തന്നെ തീരുമാനിക്കരുത്, അപ്പനില്ലേലും ഞാൻ മക്കളെ വളർത്തിക്കണം. അപ്പനും തീരുമാനിക്കരുത്, ഇവളില്ലേലും ഞാൻ വളർത്താം. ഒരിക്കലും ചെയ്യരുത്. 2 പേരും മുട്ടുകുത്തി പ്രാർത്ഥിക്കണം ദൈവസന്നിധി. കർത്താവേ, ആർക്കാ ബലഹീനത എന്ന് വെച്ചാൽ, ഞാനീ പറയുമ്പം അനേക മക്കളുടെ ഹൃദയങ്ങളിലേക്ക് അമ്മയപ്പന്മാർ മക്കൾക്ക് വേണ്ടി ഏറ്റുപറ. ഈ ഡിവോഴ്സ് മാറ്റർ ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിലൊക്കെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉത്തരം കിട്ടാത്ത ഒരു സബ്ജക്റ്റാണ് ഡിവോഴ്സ് ആകുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചാകാതിരിക്കുക, പിണങ്ങി നിൽക്കുന്നവർ മിണ്ടാതിരിക്കുക. അതൊരു എപ്പിഡമിക് പോലെ, അത് വല്ലാത്ത ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുക. ഞാനത് കാണുമ്പോൾ എപ്പോഴും ഓർക്കും, ദൈവമേ, ഒരല്പവിനയം ആർക്കെങ്കിലും, അല്ലെങ്കിൽ ഒരു ശിശുവിൻ്റെ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന്. അപ്പം പേരൻസ് ആർ നീഡഡ് ഫോർ ചിൽഡ്രൻസ് കംഫർട്ട് ആൻഡ് കോൺഫിഡൻസ്. പേരൻസ് ആർ ദെയർ ഹോം ബേസ്. നമ്മുടെ ഹോം ബേസ് പിള്ളേർ കണ്ടിട്ടുണ്ട്. ഈ പിള്ളേരെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അവരെ പിന്നെ സ്പോർട്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഡാൻസിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർ 4 സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കും അപ്പനും അമ്മയും പുറകിലുണ്ടോയെന്ന്. നമ്മൾ ഈ പിന്നെ പ്രോഗ്രാംസൊക്കെ ചെയ്യുമ്പം അപ്പനും അമ്മയും കൊച്ചു പിള്ളേരെ ആക്ഷൻ സോങ്ങൊക്കെ അവരിടയ്ക്കിടയ്ക്ക് അമ്മ കാണുന്നുണ്ടോ അല്ലെങ്കിൽ അപ്പൻ നോക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ദേ ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദാറ്റ് ഗിവ്സ് കോൺഫിഡൻസ് ആൻഡ് കറേജ് ടു ദ ചിൽഡ്രൻ. അതൊക്കെ നമ്മൾ സമയമില്ലേന് സമയം ഉണ്ടാക്കി കാണണം. അപ്പനും അമ്മയും ഒന്നിച്ച് പോകുന്ന അവർക്കൊരു ബലമാണ്. അതോർത്തെങ്കിലും നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി ജീവിക്കാൻ പഠിക്കണം. അതൊക്കെ എന്തോ പിശാച് കിടന്ന് കളിക്കുന്നു. ഗോഡ് നീഡ് ടു ബി അവർ ഹോം ബേസ്. അപ്പം പിള്ളേർ മനസ്സിലാക്കണം, ഞാൻ തിരിച്ച് നോക്കുമ്പോൾ അപ്പനമ്മയുണ്ട്, ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവിടെ ആരെങ്കിലും ഒരാൾ കാണും എപ്പോഴും. അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് 2 അപ്പനും അമ്മയിലെ ഗ്രാൻഡ് പേരൻസ് കാണും, അല്ലെങ്കിൽ അതിനുള്ള വിശ്വസ്തരായ ജോലിക്കാരെ ഏൽപ്പിച്ചിരിക്കും. ഇതൊക്കെ അപ്പൻ്റെ അമ്മയുടെയും ചുമതലയാണ്. എപ്പോഴും നമുക്ക് കൂടെ നിൽക്കണമെന്നില്ല. ബട്ട് ദാറ്റ് അഷ്വറൻസ്, അതാണ് യേശുവിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ഇപ്പം ഫിസിക്കലി കാണാൻ സാധിക്കത്തില്ല. പക്ഷേ ആത്മാവിൽ നമുക്കറിയാം, ഹീ ഈസ് നിയർ മീ, ഹീ ഈസ് വിത്ത് മീ. അവനിലല്ലോ ഞാൻ ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ഇൻ ഹിം വി ലിവ് ആൻഡ് ഹാവ് അവർ ബീയിങ് എന്നാണ് പറയുന്നത്. ഇൻ ഹിം. പിന്നെന്താണ്? ഈ ലോകം മുഴുവനും അവൻ്റേതല്ലേ. അപ്പോൾ എന്താ ഇത് മനസ്സിലാക്കാനത്? അപ്പം വി ഷുഡ് ഹാവ് എ ഹോം ബേസ്. നമുക്കൊരു കംഫർട്ട് അല്ലെങ്കിൽ നമുക്കൊരു സാന്ത്വനം കിട്ടുന്നത് നമ്മുടെ അപ്പന്മാരിലും അമ്മയിൽ നിന്നായിരിക്കണം, മറ്റുള്ളവരിൽ നിന്നല്ല.
അത് ദൈവത്തിൽ നിന്നാക്കണം. നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. നമുക്കൊരാവശ്യം വരുമ്പോൾ ഹെൽപ്പ് ചോദിച്ചാൽ കൊടുക്കാനുള്ള പേരൻസായി മാറണം നമ്മൾ. പിന്നെ നമുക്ക് മനസ്സിലാക്കണം അവരെന്നെ മനസ്സിലാക്കുന്നു. അതായത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കണം എൻ്റെ അപ്പനും അമ്മയും എന്നെ മനസ്സിലാക്കുന്നു. ഒരു മകൾ വന്ന് അമ്മ എനിക്ക് നിന്നോട് കുറച്ച് നേരം സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ മറ്റു കാര്യം മാറ്റി വെച്ചിട്ട് ചോദിക്കണം. എന്താ സമയമില്ല, എളുപ്പം പറ മോളെ എന്നോട് പറ, അല്ലെങ്കിൽ നീ നമുക്ക് ഇച്ചിരി കൂടെ നേരം കഴിയുമ്പോൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കാം. അത് സംസാരിച്ച് ഏറ്റെടുത്ത് മനസ്സിലാക്കണം. എന്നിട്ട് സിമ്പിൾ ട്രസ്റ്റ്, ചെറുതിലും വലുതിലും നമ്മളെ വിശ്വസിക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ് അറിയും. ഇതൊക്കെ ശിശുക്കൾക്ക് നമ്മൾ ഇട്ടുകൊടുക്കണം. എന്നാലേ അവർ ദൈവരാജ്യം കാണത്തുള്ളൂ. അത് കുടുംബത്തിലാണ് അത് ചെയ്യേണ്ടത്. ഒരു ഭവനം ശരിയായാൽ ദൈവരാജ്യം അവിടെ പണിതെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ പിശാച് ഏറ്റവും കൂടുതൽ ഭവനത്തിനെ ഇല്ലാതാക്കാൻ നോക്കുന്നത്. ഏതെങ്കിലും ചർച്ചുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, കർത്താവേ ഞങ്ങളുടെ സഭയിൽ ഡിവോഴ്സ് ഉണ്ടാകരുത്, ഭാര്യ ഭർത്താക്കൾ മക്കൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകണമേ, വേലിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു? ഏതെങ്കിലും ചർച്ച് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നല്ല സങ്കടമല്ലേ നമുക്ക്? കൈയൊഴിയാൻ ഒക്കുമോ നമ്മുടെ മക്കളെ കുറ്റം ചെയ്തെന്നും പറഞ്ഞ്? ആരാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ? നമുക്ക് അങ്ങനെ പ്രാർത്ഥനാ വരമുള്ളവരുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗരാജ്യം എന്ന് പറയുന്ന ശിശുക്കളെ പോലെ എല്ലാം മറന്ന് സ്നേഹത്തോടെ തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ അടുക്കലിരിക്കുക. അച്ഛൻ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുക, വെറുപ്പില്ലാതെ പകയില്ലാതെ അന്യോന്യം സ്നേഹിക്കുക. കുറ്റമുണ്ടെങ്കിൽ ക്ഷമിച്ചിട്ട് നടന്നേ ഇല്ല എന്ന വിചാരത്തിൽ മണലിന്മേൽ എഴുതിയത് അടുത്ത ഓളം വരുമ്പോഴതങ്ങ് മണ്ണിൻ്റെ അടിയിൽ മണലിൽ നിന്ന് അതങ്ങ് മാഞ്ഞു പോകും. പാറമേലെഴുന്ന പോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെച്ച് പാറ പോലെ ആക്കാതെ ദൈവസ്നേഹത്തിൽ ഞങ്ങളെ നിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന ജീവിതം എത്രയോ ഭാഗ്യപദവിയാണ്. ആ ശക്തി ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കാൻ വേണ്ടി ഏത് പ്രയത്നം, ഏത് തീക്ഷ്ണമായ പ്രവർത്തനം ചെയ്യണമെങ്കിൽ ചെയ്യാൻ ബലപ്പെടുത്തണം. അതിനുവേണ്ടി എന്ത് സാക്രിഫൈസ് ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അത് ചെയ്തെടുത്തേ പറ്റൂ. സ്വർഗം വിട്ട് അപ്പച്ചൻ ഇറങ്ങി വന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ലോകത്തിരിക്കും. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി അത് ചെയ്യാനുള്ള കൃപയിട്ട് തരണം. അത് പ്രാപിച്ചെടുക്കണം. ജയത്തിൻ്റെ കൊടി പൊങ്ങട്ടെ അപ്പച്ചൻ. ഞങ്ങളൊരു ഹോം ബേസായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉറപ്പുള്ള ഒരു പാറയായിട്ട് ഞങ്ങൾ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓളം കണ്ട കർത്താവെ, ആഴിക്കകത്ത് വീഴുന്ന അല്ലെ വെള്ളത്തിനകത്ത് ഊടാടി നടക്കുന്ന ഉറപ്പില്ലാത്ത നങ്കൂരമില്ലാത്ത ഷിപ്പ് പോലാകാതെ ഉറപ്പുള്ളതായ നിന്നിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും പഠിപ്പിച്ചെടുക്കണമേ. നാഥ, സ്വർഗരാജ്യ ശിശുക്കളെ പോലെയുള്ളവരാണ്, അവരെ തടുക്കരുത്, എൻ്റെ അടുക്കലേക്ക് വിടുവീൻ. കർത്താവ് അവരുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ മക്കൾ എത്രയോ ഭാഗ്യവാന്മാരാണ് കർത്താവേ. ഇന്ന് ഞങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ട് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൊച്ചുമക്കളുടെ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ മേലൊക്കെ അച്ഛൻ്റെ ശാശ്വത ഭുജം വെച്ച് ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാണെന്നുള്ള ബോധം തരാൻ ഞങ്ങളുടെ തലമേൽ നിൻ്റെ കൈ വെക്കുമ്പോൾ ആ ബോധം ഇട്ട് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതൻ്റെ മറവിലേക്ക് ഞങ്ങളെ തന്നെ കൊണ്ടുവെക്കുന്ന പിച്ച, അതിനാൽ ഞങ്ങളെ സുരക്ഷിതരാണെന്ന് പഠിപ്പിച്ചതിന് സ്തോത്രം. ഞങ്ങളുടെ ഹോം ബേസ് അപ്പച്ചനാണ്. അപ്പച്ചൻ അത് ചെയ്തിരിക്കുന്നതിനാൽ നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.